നമസ്കാരം. ഞാൻ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ഡയറക്ടറാണ്. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നു. ഇത്തവണത്തെ എയ്ഡ്സ് ദിന സന്ദേശം എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് എന്നതാണ് ഇത്തവണത്തെ നമ്മുടെ സ്ലോഗൻ. ലോകം ശാസ്ത്രീയ സാങ്കേതിക മേഖലകളിൽ ബഹുദൂരം മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് സ്വപ്നങ്ങൾ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത അത്രവിധം ശാസ്ത്രം വളരുന്നുണ്ട് നമുക്കൊപ്പം, നമ്മുടെ പ്രകൃതിയുടെ നന്മകൾക്കൊപ്പം. പക്ഷേ അത്യപൂർവങ്ങളായ ചില രോഗങ്ങൾ കൊണ്ടും ചില സാംക്രമിക രോഗങ്ങൾ കൊണ്ടും നാം വല്ലാതെ ബുദ്ധിമുട്ടി പോകുന്നുണ്ട്. പലപ്പോഴും പതറിപ്പോകാറുണ്ട് പല രോഗങ്ങളുടെയും മുമ്പിൽ. അതുകൊണ്ട് തന്നെ എയ്ഡ്സ് എന്ന് പറയുന്ന മഹാവിപത്തിനെ നമ്മുടെ തലമുറ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കരുതലോടെ ജീവിക്കേണ്ടത് HIV-യെയും മറ്റു ലൈംഗിക രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ആവശ്യമാണ്. HIV എങ്ങനെ പകരുന്നു, എങ്ങനെ പകരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിടിപെടാൻ സാധ്യതയുള്ള എല്ലാ രംഗങ്ങളിൽ നിന്നും നമ്മൾ മനുഷ്യർ കരുതലോടെ മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു വരുന്നുണ്ട്. കണക്കുകൾ പറയുന്നതിനനുസരിച്ച് ലോകത്ത് ആകമാനം ഏകദേശം 4 കോടി HIV അണുബാധിതർ ഉണ്ട്. 2023 മാത്രം 13 ലക്ഷം ആളുകളിൽ HIV അണുബാധ കണ്ടെത്തിയിട്ടുണ്ട്. HIV അണുബാധിതരായിട്ടുള്ള അവരിൽ 63,000 അണുബാധിതരെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, കണക്കുകൾ പറയുന്നത് ഏകദേശം ലോകത്താകമാനം 4 കോടി HIV അണുബാധിതർ ഉണ്ടെന്നാണ്. 2023 മാത്രം 13 ലക്ഷം ആളുകളിൽ HIV അണുബാധ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ 2024 63,000 അണുബാധിതരെ കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തിൽ അത് 26,038 ആളുകൾ HIV അണുബാധിതരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2023-24 കാലഘട്ടങ്ങളിൽ 1,213 ആളുകളിൽ പുതിയതായി HIV അണുബാധ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ മേഖലകളിലെ സേവന കേന്ദ്രങ്ങളിൽ വന്ന് പരിശോധന നടത്തി ചികിത്സ എടുക്കുന്നതിനും സർക്കാർ സംവിധാനത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമായ HIV അണുബാധ കണക്കുകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. പക്ഷേ നമ്മുടെ ഇടയിൽ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും വരുന്ന ചില കണക്കുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഇത് കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇതിൻ്റെ ഈ രോഗം പകരുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതലാണെന്ന് നാം മനസ്സിലാക്കുന്നു. HIV അണുബാധിതരായിട്ടും അതറിയാതെ അനേകം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. HIV അണുബാധ ഉണ്ടായാലും വർഷങ്ങളോളം യാതൊരു പ്രകടമായ ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അണുബാധയായിട്ടുള്ളവരിൽ 95% വ്യക്തികളെങ്കിലും അവരുടെ HIV സ്റ്റാറ്റസ് അറിയുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം നിറവേറ്റേണ്ടത്. അണുബാധ കണ്ടെത്തിയവരിൽ 95% വ്യക്തികളെങ്കിലും ചികിത്സ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചികിത്സയിൽ ഉള്ളവരിൽ 95% വ്യക്തികൾക്കെങ്കിലും വൈറൽ സപ്രഷൻ ഉറപ്പാക്കുകയും വേണം. ഇതിനായിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ് ആരോഗ്യവകുപ്പ്. ഇതിനായി വിവിധ സേവന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. HIV കൗൺസിലിങ്ങിനും മറ്റും ജ്യോതിസ് കേന്ദ്രങ്ങളും, ചികിത്സയ്ക്കായി ഉഷസ് കേന്ദ്രങ്ങളും, ലൈംഗിക രോഗ ചികിത്സയ്ക്കായി പുലരി കേന്ദ്രങ്ങളും, HIV അണുബാധ പിടിപെടാൻ സാധ്യത കൂടിയ വിഭാഗങ്ങൾക്കായി സുരക്ഷാ പ്രൊജക്റ്റുകളും കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആപ്തവാക്യം പാലിക്കുന്നതാണ് ഏതൊരു ആരോഗ്യ പ്രശ്നത്തിനുമുള്ള ശാശ്വത പരിഹാരം. HIV-യുടെ കാര്യത്തിലും പ്രതിരോധം തന്നെയാണ് പ്രധാനം. സ്ത്രീകൾ ഒരു വൾണറബിൾ കാറ്റഗറിയാണ്. HIV-യും സിഫിലിസും പോലുള്ള ലൈംഗിക രോഗങ്ങൾ പിടിപെട്ടാൽ ആകെ ബുദ്ധിമുട്ടിലാകും. സ്ത്രീകൾ സ്വന്തം ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകുക, അതുപോലെ വരും തലമുറയിലേക്ക് HIV-യും സിഫിലിസും പകരുന്നത് തടയുക, എല്ലാ ഗർഭിണികളെയും ഈ 2 പരിശോധനകൾ നിർബന്ധമായി നടത്തുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ചിലതാണ്. എലിമിനേഷൻ ഓഫ് വൈറൽ ട്രാൻസ്മിഷൻ ഓഫ് HIV ആൻഡ് സിഫിലിസ് നമ്മുടെ ആശുപത്രികളിൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഗർഭിണി പോസിറ്റീവാണെന്ന് കണ്ടാൽ ചികിത്സയിലൂടെ HIV-യും സിഫിലിസും കുഞ്ഞിലേക്ക് പകരുന്നത് പൂർണ്ണമായി തടയാം. ഇതൊക്കെ മനസ്സിലാക്കി ഓരോ വ്യക്തിയും HIV പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായേ മതിയാവുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം മയക്കുമരുന്നുകളും മറ്റു അനുബന്ധ
ഗുളികകളും ലഹരിക്കായി പുതിയൊരു തലമുറ കഴിക്കുന്നതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സമൂഹം, നമ്മുടെ തലമുറ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെട്ടു പോയാൽ ഉണ്ടാകുന്നത് HIV പോലുള്ള രോഗങ്ങൾ നമ്മൾ അറിയാതെ നമ്മളെ തേടി വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ യുവജന സമ്പത്ത് നമ്മുടെ മാത്രം സമ്പത്തല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പത്താണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് ഒരു പരിധിവരെ യുവജനതയിലാണ്. നമ്മുടെ സ്വപ്നങ്ങളിൽ അവരിൽ അർപ്പിതമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് പരിപൂർണമായി പ്രതിരോധിക്കാൻ സാധിക്കുന്ന, നമ്മുടെ അജ്ഞത കൊണ്ട് നാം അറിയാതെ നമ്മിൽ ഒരു നിമിഷത്തെ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകുന്ന ഇതിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നമ്മൾ ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ നമ്മൾ സ്വയം നശിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു സമ്പദ്ഘടനയെ പോലും നമ്മൾ ഇല്ലാതാക്കാൻ നമ്മൾ അറിയാതെ പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറ അത്രത്തോളം ശ്രദ്ധാലുവാണ്. നമ്മൾ അധ്യാപകർ, വിവിധ മേഖലകളിലുള്ള ജോലിക്കാർ, പ്രത്യേകിച്ച് മറ്റുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റു എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിന് പരിപൂർണമായി സഹകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതില്ലാതെ ഒരു ലോകത്തിലോട്ട് നമ്മുടെ നാട്ടിലെ ജനതയെ നമ്മൾക്ക് കൂട്ടിക്കൊണ്ടു പോകേണ്ടതുണ്ട്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആരോഗ്യ വകുപ്പ് എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളും അതുപോലെ സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഈ മഹാരോഗത്തിൽ നിന്ന് പരിപൂർണമായി നമ്മുടെ സംസ്ഥാനത്തെ, അതുവഴി നമ്മുടെ ഭാരതത്തെയും പരിപൂർണമായിട്ടും ഇതിൽ നിന്ന് മുക്തമാക്കുവാൻ ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.